എറണാകുളത്തെ വിമത വൈദിക പതനാൾ വഴികൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഭൂമിക്കച്ചവടവുമായി ജോസഫ് പരേക്കാട്ടിൽ എന്ന വെള്ള വസ്ത്രധാരി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയപ്പോഴാണ്. അപ്പോൾ ചിന്തിച്ചത് ഇതിലൊക്കെ തെറ്റുപറ്റിയെങ്കിൽ പരിഹാര മാർഗങ്ങൾ സഭയിൽ ഉണ്ടാകണമല്ലോ എന്നാണ്. പിന്നീടാണ് അറിഞ്ഞത് കർദിനാൾ പിതാവിന്റെ പേരിൽ ഈ വെള്ള വസ്ത്രധാരികൾ വ്യാജരേഖ ഉണ്ടാക്കിയത് പോലീസ് കണ്ടുപിടിച്ചു എന്നും എറണാകുളം രൂപതക്കാരായ 3 വൈദികർ ഈ കേസിൽ പ്രതികളാണെന്നും. അതിനുശേഷമാണ് അറിഞ്ഞത് ഈ സ്ഥലം ഇടപാട് സഹായമെത്രാനും കൂട്ടരും ഉൾപ്പെട്ട സമിതിയാണ് തീരുമാനിച്ചതെന്നും അധികാരി എന്ന നിലയിൽ കർദിനാൾ പിതാവിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചതാണെന്നും. ഈ വിമത പിശാചുക്കളുടെ പരാക്രമങ്ങൾ മനസ്സിലാക്കിയാണ് കോടതി ചില കേസുകളിൽ നിന്ന് കർദിനാളിനെ കുറ്റവിമുക്തനാക്കിയതും ചില കേസുകളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. പക്ഷേ ഈ കേസുകളിലൊന്നും കർദിനാൾ പിതാവ് തെറ്റു ചെയ്തെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഈ കോലാഹലത്തിനിടയ്ക്കാണ് നാണം കെട്ട കട്ടിൽ സമരം കാണുന്നത്. അത്താഴ പട്ടിണിക്കാരായ ഞങ്ങൾക്ക് വേണ്ടി വാ തുറക്കാത്ത വെള്ള വസ്ത്രധാരികൾ സ്വത്തിനു വേണ്ടി യാതൊരു ഉളുപ്പുമില്ലാതെ ചാകാൻ തുടങ്ങിയല്ലോ എന്നാണ് തോന്നിയത്. തുടർന്നാണ് വിശുദ്ധ കുർബാനയുടെ ഏകീകരണം കേട്ടത്. മാധ്യമങ്ങളിലൂടെ മാർപ്പാപ്പയുടെ കത്ത് വായിച്ചപ്പോൾ സന്തോഷിച്ചു. കാരണം ഒരു വിശ്വാസി എന്ന നിലയിൽ പല സ്ഥലത്തും പല രീതിയിൽ കുർബാന കണ്ടു മടുത്തു തുടങ്ങി. പക്ഷേ ഐക്യം ഇഷ്ടമില്ലാത്ത സാത്താൻ പെട്ടെന്ന് വിമത വൈദികരിലൂടെ പ്രവർത്തിച്ചതാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഐക്യത്തിന്റെ ആത്മാവ് കലഹത്തിന്റെ ആത്മാവിനേക്കാൾ ശക്തമാണ്. അതുകൊണ്ട് റോമിൽ ചെന്ന് കണ്ടിട്ടും ഈ വിമത വൈദികരെ മാർപ്പാപ്പ തള്ളി. വത്തിക്കാൻ കാര്യാലയം പലവട്ടം തള്ളി. മുൻസിഫ് കോടതികൾ ചിലവടക്കം തള്ളി. ഇപ്പോൾ ഇതാ സ്വന്തം രൂപതയിലെ ജനങ്ങളും അവരെ തള്ളി പറഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നിയമപരമായ അധികാര സ്ഥാനങ്ങളോടുള്ള വിധേയത്വമാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനം. മരണം വരെ അനുസരണമുള്ളവനായ ക്രിസ്തുവാണ് സഭയുടെ ശിരസ്സും. സത്യത്തിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള വിശ്വാസികളായ ആളുകളുടെ മനസ്സിലും വിമതർക്ക് ഒരു ശല്യക്കാരുടെ സ്ഥാനമാണ്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ മുഖമാണ്.